ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, നമ്മുടെ പരീക്ഷ കൊണ്ട് അടുക്കാറായിട്ടുണ്ട്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പഠിക്കേണ്ട ഇപ്പൊ നിങ്ങൾ പരീക്ഷ ചെയ്താൽ പോകുന്നത്. അപ്പൊ ആ ചോദ്യം ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചെറിയൊരു ക്ലാസ്സോടുകൂടെ സെറ്റ് ആകാൻ പോകുന്നത്. ഈ ഏരിയ, പെരിമീറ്റർ, അതുപോലെ പരപ്പളവ്, ചുറ്റളവ് പോലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഈ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പൊ മുഴുവൻ എന്ത് ചെയ്തോളാം, മുഴുവൻ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേ. ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്യുക. ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യുക മറക്കരുത്. നിങ്ങളെ ഫീഡ്ബാക്കുകളും നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. വൈശാഖ് ജിആർ എന്ന് പറഞ്ഞ ഐഡിയിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. സാർ, എക്സാം അടിപൊളിയായിരുന്നു, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, ക്ലാസ് ഒക്കെ പറഞ്ഞാൽ അത് കേട്ടിട്ടാണ് വീണ്ടും ഞങ്ങൾ വീഡിയോസ് ഇടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. ഏതാണ് ആ ക്വസ്റ്റ്യൻ? ഈ ഒരു ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം നന്നായിട്ട് വായിച്ച് കേട്ടിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ? എന്താ സംഭവം എന്ന് ശ്രദ്ധിച്ചോ. എന്താ ക്വസ്റ്റ്യൻ? 5 മാർക്കും ചോദിക്കുന്നതാണേ. നോക്കും. ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 meter, ഇറ്റ്സ് ഏരിയ വുഡ് ബി 741 square meters. If increased by 1 meter, it would be 861 square meters. What is the area? What is the perimeter? What is the length of its sides? എന്താ പറയുന്നത്? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ കുറച്ചപ്പോ 741. 1 മീറ്റർ കുറച്ച 741. പിന്നെ അതുപോലെ 1 മീറ്റർ കൂട്ടുമ്പോ 861. പരപ്പളവ്, ചുറ്റളവ്, നീളവും വീതി. പല രീതിയിൽ ഇത് ചോദിക്കും. പരപ്പളവും ചുറ്റളവും പോലെയല്ല, 2 സംഖ്യകൾ ചോദിക്കും. 2 സംഖ്യകളുടെ ഗുണനഫലം ചോദിക്കും, തുക ചോദിക്കും, സംഖ്യകൾ ഏതൊക്കെയാ, ആ ടൈപ്പ് സാധനം തന്നെയാണ്. അപ്പൊ എന്റെ പൊന്നു മക്കൾ, ഇത് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു. ആദ്യം എന്താണ് ഇവിടെ 2 ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു റെക്ടാംഗിളിന്റെ 2 സൈഡ്സ്. ഇപ്പൊ 2 സൈഡ്സ്, ഇപ്പൊ ഒന്നും നമുക്ക് നീളം എടുക്കാം, നമുക്ക് അറിയത്തില്ല എന്നല്ലേ. ചോദ്യത്തിൽ നോക്ക് എന്താ പറയുന്നത്? ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 meter, ഏരിയ വുഡ് ബി. എന്താ ഏരിയ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നീളം വീതിയും ഗുണിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ നീളം വീതി ഒന്നും ഇല്ല. അപ്പൊ നീളത്തിന് പകരം നീളം നമുക്ക് അറിയത്തില്ല, എക്സ് എന്ന് കൊടുക്കാം. ലെങ്ത്തിന് എക്സ് കൊടുക്കാം. അതുപോലെ ലെങ്ത് ആണ്. ലെങ്ത് ഇംഗ്ലീഷ് പറയണ്ട. വീതിക്ക് നമുക്ക് ബ്രെഡ്ത്ത് എന്ന് പറയാം, ബി. അതിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. സെറ്റ് ആണല്ലോ. 2 സാധനങ്ങൾ നീളം വീതി ഇല്ല, അതുകൊണ്ട് അറിയാത്തൊരു സാധനത്തെ നമ്മൾ ഇംഗ്ലീഷിൽ 2 അക്ഷരം ഉപയോഗിക്കുന്നു, എക്സും വൈയും. റെഡിയാണോ? ഈ ചോദ്യത്തിലേക്ക് വരാം. ഈ തന്ന ചോദ്യത്തിലെ ഡാറ്റ പ്രകാരം നിങ്ങൾ എന്തുണ്ടാക്കണം? സാധനം ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോക്കട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. ഇഫ് ദ സൈഡ്സ്, അതാണ് ലെങ്ത് ബ്രെഡ്ത്തും, റെക്ടാംഗിൾ ഡിക്രീസ്ഡ് ബൈ 1 meter, ദ ഏരിയ വുഡ് ബി 741 square meter. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചപ്പോ 741 ആയി. നീളം വീതി എന്ത് ചെയ്യാൻ പോവാണ്? ഓരോ മീറ്റർ കുറയ്ക്കാൻ പോവാണ്. അപ്പൊ 741 ആവും. എന്ത്? പരപ്പളവ് എന്നാ പറയുന്നത്. പരപ്പളവ് അല്ലേ? യെസ്, പരപ്പളവ്. എന്താ പരപ്പളവ് എന്ന് പറഞ്ഞാൽ? നീളം ഇൻറ്റു വീതി അല്ലെ? നീളം ഗുണനം വീതി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇവർ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കാം. ഡിക്രീസ്ഡ് ബൈ 1 meter എന്ന് പറയുന്നുണ്ട്. 1 മീറ്റർ കുറച്ചു. അപ്പൊ ആദ്യത്തെ ഈ എക്സ് എന്ന് പറഞ്ഞ നീളത്തിനോട് 1 മീറ്റർ കുറച്ചു. അപ്പൊ എക്സ് എന്ന് 1 കുറയ്ക്കും, x-1. സെറ്റ് അല്ലേ? അതുപോലെ തന്നെ വീതി നിന്നും കുറയ്ക്കുന്നുണ്ട് പറയുന്നത്. ബ്രെഡ്ത്ത് വൈ അല്ലേ വീതി? ആ വൈന്ന് 1 അങ്ങോട്ട് കുറയ്ക്കുക. സെറ്റ് അല്ലേ? y-1. ഇനി ശ്രദ്ധിക്കുക, എന്താ അവിടെ പറഞ്ഞത്? ആ സമയത്ത് ഇവരുടെ പരപ്പളവ് എത്രയാവും? പരപ്പളവ്, അതായത് ഏരിയ 741. എന്താ പരപ്പളവ് എന്ന് പറഞ്ഞാൽ? നീളം ഇൻറ്റു വീതി. ഇതാണ് 1 കുറച്ചപ്പോഴുള്ള നീളം, x-1. ഇതാണ് 1 ബ്രെഡ്ത്ത് കുറച്ചപ്പോൾ, അതായത് 1 വീതി കുറച്ചപ്പോൾ ഉള്ളത്. ഇത് തമ്മിൽ ഗുണിച്ചാൽ എന്തായി? പരപ്പളവായി. അപ്പൊ 1 കുറച്ചപ്പോ എത്ര പരപ്പളവ് കിട്ടുന്ന പോലെ പറയുന്നുണ്ട്? 741. റെഡിയാണോ? ഇത് നിങ്ങളെ താലിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. മക്കൾ കയറ്റി വെച്ചോ. റെഡിയാണല്ലോ. അപ്പൊ ഇത് അവിടെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. നോക്ക്. ആദ്യം എക്സ് ഇൻറ്റു വൈ, XY. റെഡിയാണോ? അതുപോലെ എക്സ് ഇൻറ്റു 1. ആംഗ്രി ബേർഡ്സ് ഒക്കെ കളിക്കുന്ന അറിയാം. എക്സ് ഇൻറ്റു 1. അപ്പൊ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മൈനസ് ഇടണേ. നോക്ക് മൈനസ് ഇട്ടേക്ക് ആദ്യം അല്ലേ, നവീന കൺഫ്യൂഷൻ ഇല്ല. എക്സ് ഇൻറ്റു 1, 1x ആണ്. ആ മൈനസ് ഓൾറെഡി ഇട്ടേക്കാം കേട്ടോ. അതുപോലെ അടുത്ത് നോക്ക്, അത് കഴിഞ്ഞു കേട്ടോ. എക്സിനെ ഈ 2 പേരെ കൊണ്ടും ചെയ്തു, അപ്പൊ കിട്ടി. അടുത്ത് -1 into y. -1 into y എന്ന് പറഞ്ഞാൽ 1 into y എന്ന് പറഞ്ഞാൽ y.
അപ്പൊ -1 × y എന്ന് പറഞ്ഞാൽ -y ആയിരിക്കും കേട്ടോ. -y -1 × -1 മക്കളെ -1 × -1 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, -1 എന്ന് പറഞ്ഞാൽ മൈനസ് എന്തായി പോകും? പ്ലസ് ആയി പോകും. അപ്പൊ +1 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു +1 ഈക്വൽ ടു ഇപ്പുറത്ത് 741 ഉണ്ട്. സെറ്റ് അല്ലേ മക്കൾ? മനസ്സിലാക്കി വെച്ചോ, ഇത് 1 മീറ്റർ കുറച്ചപ്പുള്ള ഇത് മീറ്റർ അല്ലേ? മീറ്റർ. അതുപോലെ അതൊരു വീതി കുറച്ചപ്പുള്ളതാണ്. അപ്പൊ പരപ്പളവ് കാണണമെങ്കിൽ നീളം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വീതി. അതുകൊണ്ടാണ് അത് ഗുണിച്ചത്. റെഡിയാണോ? അപ്പൊ ഈ സാധനങ്ങൾ സെറ്റ് ആക്കി വെക്കുക. ഒന്നാമത്തെ സാധനം നിങ്ങളെ പോക്കറ്റിൽ വെച്ചു കേട്ടോ. നിങ്ങളെ പോക്കറ്റിൽ വെച്ചോ. സെറ്റ്. അതുപോലെ എന്തോന്നും കൂടി പറയുന്നുണ്ട്, നോക്കാം നമുക്കടുത്ത്. ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ഇറ്റ് വുഡ് ബി 861. ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നോക്ക്, 1 മീറ്റർ വീതം കൂട്ടിയാൽ 861 ആവും. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റൂലേ? നോക്ക്. അപ്പൊ എങ്ങനെയായിരിക്കും പരപ്പളവ് വരിക? ദാ ശ്രദ്ധിക്കാൻ മോനെ, ദാ 1 മീറ്റർ എന്ത് ചെയ്യാൻ പോണം? കൂട്ടാൻ പോണം. അപ്പൊ എക്സിനോട് 1 മീറ്റർ കൂട്ടി. അപ്പൊ x+1. അതുപോലെ തന്നെ വൈനോട് 1 മീറ്റർ കൂട്ടി. അപ്പൊ y+1 അല്ലെ? y+1. പരപ്പളവ് കാണണം. ഓരോ മീറ്റർ കൂട്ടിയപ്പോഴുള്ളത് ഉണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ നീളം, ഒന്ന് കൂട്ടിയപ്പോഴുള്ളത്. ഇതാണ് നമ്മുടെ വീതി ബ്രെഡ്ത്ത്, ഒന്ന് കൂട്ടിയപ്പോൾ. ആ പരപ്പളവ് കാണണമെങ്കിൽ ഈ നീളവും ഈ ബ്രെഡ്ത്തും വീതിയും തമ്മിൽ ഗുണിക്കാ മതി. അതുകൊണ്ടാണ് ഇവിടെ ഗുണിക്കണം. നമ്മൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ എത്ര വരിക? 861 പറയുന്നുണ്ട്. അപ്പൊ ഈക്വൽ ടു 861. ഇത് നേരത്തെ മാറ്റി ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ഓരോന്ന് ചെയ്യും. ഇതാ x × y xy സെറ്റ് അല്ലേ? x × 1 1x. റെഡിയാണോ? അതുപോലെ 1 × y 1 y ആണ്, y ഇട്ടെടുത്താൽ മതി. 1 × 1 അപ്പുറത്ത് 861. മക്കളെ ഇതും കൂടെ നിങ്ങളെ പോക്കറ്റിലേക്ക് ഞാൻ തരാൻ പോവാണ്. ഈ 2 സാധനങ്ങൾ ഞാൻ പച്ച എടുക്കല്ലേ, ഈ 2 സാധനങ്ങൾ പച്ച ഹൈലൈറ്റർ വെച്ച 2 സാധനങ്ങൾ റെഡിയാണല്ലോ. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കുറയ്ക്കുമ്പോ നീളം ഒന്ന് വീതി ഒന്ന് കുറയ്ക്കുമ്പോ 741. അത് ചെയ്തു. എന്തിനാ ഗുണിച്ചത്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? നീളം വീതി ഗുണിക്കല്ലേ. ഒന്ന് കൂട്ടിയപ്പോ അപ്പൊ എങ്ങനെ ഇരി? എന്തിനാ ഗുണിച്ചത്? പരപ്പളവാണ് 861 പറയുന്നുണ്ട്, അതുകൊണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ എടുക്കാം അല്ലെ? ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് ഈ 3 ചോദ്യം നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ? ചതുരത്തിന്റെ പരപ്പളവ്. എന്താ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ? നീളവും വീതിയും ഗുണിക്കുക. അതായത് എക്സും വൈയും ഗുണിച്ച ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. x × y എന്തെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കണ്ടന്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുമ്പേ. മക്കൾ മനസ്സിലാക്കി വെച്ചോ, പരപ്പളവ് കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ. ഏരിയ കാണാൻ വേറെ രീതിയിലും ചോദിക്കും. മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഗുണനഫലമൊക്കെ തന്നിട്ട് ഇവിടെ മറ്റൊരു രീതിയിൽ ചോദിക്കലുണ്ട്. ഇവിടെ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ത്? അതേ ചോദ്യം വേറെ വേവ് ലെങ്ത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാലേ, ആശിർ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാലേ, ഇതേ ചോദ്യം ഞാൻ വേറൊരു വേവ് ലെങ്ത്തിൽ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ. പരപ്പളവ് കാണാനാണ് ചോദ്യമെങ്കിൽ ഗുണനഫലം അതാണ് അർത്ഥം. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെച്ചോ, പരപ്പളവ് ഏരിയ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷൻ അറിയാലോ ഏതാണ്? അതും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ അത് തമ്മിൽ കൂട്ടുക വേണ്ടേ? ഓക്കെ, 2 രീതിയിൽ ചോദിക്കും. ഗുണനഫലം ആണെങ്കിലും ഏരിയ ആണെങ്കിലും സെയിം ആണ്. അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? 2 കൂട്ടിയാൽ മതി. കൂട്ടി വെക്കാം. നമുക്ക് 2 ആൾക്കാരെ ഒന്ന് കൂട്ടി വെക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഈ ഇവന്മാരൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നോക്കിയാൽ ഞാനൊരു മാജിക് കാണിച്ചു നോക്കാം. കണ്ടോ, ആദ്യത്തെ ഇക്വേഷൻ എന്താ അവിടെ വരും കേട്ടോ. ഇതാ കണ്ടോ, ഇവനെ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ലോ. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഇക്വേഷൻ എടുക്കാൻ പോണേ. പോക്കറ്റിൽ നിന്ന് എടുക്ക്. പോക്കറ്റ് എടുക്കാനല്ല, പോക്കറ്റ് അടിക്കാനല്ല. നോക്ക്, ഇന്നത്തെ സാധനം കണ്ടോ. ഈ 2 ഇക്വേഷൻസ് ഹൈലൈറ്റർ ഒഴിവാക്കാം. സെറ്റ് ആണല്ലോ. 2 പേര് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ 2 കൂട്ടാൻ പോവാണ്. ഞാൻ കൂട്ടി വെക്കാം. നമുക്ക് കൂട്ട്, ഇതും കൂട്ട്. മക്കൾ മനസ്സിലായിക്കോ. നോക്ക്, ഓരോന്നോരോന്നാ കൂട്ടണ്ടേ. എക്സ് വൈയും കൂട്ട്. ഒരു എക്സ് വൈ കൂട്ടി എത്ര ഇടം? 2xy. സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ. അതുപോലെ അടുത്ത് -x +x ക്യാൻസൽ ആയി പോവും. മൈനസും പ്ലസും ക്യാൻസൽ ആയി പോകത്തില്ലേ? അത്രേ ഉള്ളൂ. മൈനസും പ്ലസും ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇത് വെട്ടിയാൽ മതി കേട്ടോ.
സെറ്റ്. അതുപോലെ തന്നെ മൈനസ് വൈയും പ്ലസ് വൈയും ഒരു ക്യാൻസൽ ആയി പോയി. മൈനസും പ്ലസും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തോളാം. അവസാനം നോക്ക്, ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതാ നോക്കോ. +1 കൂട്ടും. ഒന്ന് കൂട്ടിയാത്തോ 2 1 2 സെറ്റല്ലേ. സിക്കൽ ടു അതുപോലെ ഇതും കൂട്ടുട്ടാ. 1 നിങ്ങൾക്ക് നേരെ കൂട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ 1 1 2 6 4 10 ശിഷ്ട 1 7 8 16 1602. ഇത്രയേ ഉള്ളൂ. ഇത് കൂട്ടുമ്പോൾ നമുക്ക് 1602. ഓക്കെ സെറ്റ്. ഇനി എന്താ ചെയ്യേണ്ട അറിയാം? ഇവിടെ ചോദിച്ചിരിക്കുന്നത് പരപ്പളവാണ്, ഏരിയ ആണ്. അതായത് XY മാത്രം മതി. X × Y ആണ് പരപ്പളവ് അല്ലെ. X എന്ന് പറഞ്ഞാൽ നീളം, Y എന്ന് പറഞ്ഞാൽ വീതി അല്ലെ. രണ്ടും കൂടെ ഗുണിച്ചാൽ എന്താ ഈ പരപ്പളവ്, ഏരിയ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്കിയുള്ള സാധനം, ആദ്യ സാധനം എന്ത് ചെയ്യണം? +2 നോക്ക് പുറത്തോട്ട് പോയി. പ്ലസ് അങ്ങോട്ട് പോയപ്പോൾ മൈനസ് ആവട്ടോ. അപ്പൊ എങ്ങനെ വരും? 2XY = 1602 നിന്ന് 2 കുറച്ചു. അപ്പൊ 2XY = 1602 2 കുറച്ച് 1600. ഒരാളെ പറഞ്ഞേക്കണം. ഈ രണ്ടിനെ പറഞ്ഞേക്കാൻ പോവാണ് ഞാൻ. നോക്കോ, × 2 താഴത്ത് പോയി. അപ്പൊ ബൈ ആവും. അപ്പൊ 1600 താഴത്ത് കയറിക്കും. അപ്പൊ എങ്ങനെ വരാം? XY = 1600 / 2. അപ്പൊ XY = 800. 1600 പകുതി എത്രയാണ്? 800 അല്ലേ. ദേ നമ്മുടെ അത്തരം ഒരേ പൊളി സെറ്റ്. ഇതാണ് നമ്മുടെ നീളവും വീതിയും. X എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? നീളം × Y എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? വീതി. അത് രണ്ടുമാണ് 800. അതായത് ഇത് രണ്ടും ചെയ്താൽ എന്താണ്? പരപ്പളവാണ്, ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800. സെറ്റ് അല്ലേ. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇതാണ് ആൻസർ. സെറ്റ്. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഗുണനഫലാണെങ്കിലും ഏരിയ ആണെങ്കിലും ഒരേ ടൈപ്പാണ്, തമ്മിൽ കൂട്ടിയാൽ മതി. അതുപോലെ അടുത്ത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. രണ്ടാമത്തെ പെരിമീറ്റർ വേറെ വേവിലെങ്ത് ചോദിച്ചാൽ ചെറിയൊരു ബന്ധമുണ്ട്. സംഖ്യകളുടെ തുക ചെറിയ വ്യത്യാസം ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തുക കാണാനാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റളവ് പെരിമീറ്റർ കാണാനാണെങ്കിലും നിങ്ങൾ നേരത്തെ ചെയ്ത മാതിരി കൂട്ടല്ലേ വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. നോക്ക്, ചുറ്റളവ് മലയാളത്തിൽ എന്താ പറയാ, സോറി ഇംഗ്ലീഷിൽ എന്താ പറയാ? പെരിമീറ്റർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കുറയ്ക്കാം. ഓക്കെ, ഒന്നാമത്തും രണ്ടാമത്തും കുറയ്ക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുക. ഓക്കെ, നോക്കാം. കാണാൻ കുറയ്ക്കുക. രണ്ടാമത് ഞാൻ ഇക്വേഷൻസ് വെച്ചിട്ട് കുറച്ചുതരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഇക്വേഷൻസ് കൊണ്ടുവരാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. കോപ്പി ചെയ്ത് കൊണ്ടുവരണോട്ടോ. ഏതാ ബുദ്ധിയിലെ കേട്ടാ, ഏതാ പോളിസാണ്. അതുപോലെ അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കേട്ടോ. ഇതൊക്കെയാണ് ഈ ഐപാഡിന്റെ ഓരോ ഗുണങ്ങളടാ. ഓക്കെ, സെറ്റ്. ഷോർട്ട് അതല്ല, ഇനി ഷോർട്ട് അതാണെന്ന് പറയണ്ട. ഓക്കെ, സെറ്റ്. അപ്പൊ രണ്ടുപേരും ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. റെഡിയാണോ? ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തതും രണ്ടാമത്തത്. ഒന്നാമത്താണെന്ന് വിചാരിച്ചോ, ഇത് രണ്ടാമത്താണ് വിചാരിച്ചോ. കുറയ്ക്കുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ 861 വെടി 741 വെടിയില്ലേ. അപ്പൊ വലുത് താഴത്താണുള്ളത്. അപ്പൊ രണ്ടാമത്തെ എങ്ങനെ കുറച്ചാലും മതി കേട്ടോ. ഞാൻ 2 1 കുറയ്ക്കാം. അതാ എളുപ്പം. 2 1 കുറയ്ക്കുമ്പോൾ എളുപ്പം. ഓക്കെ, നോക്കാം നമുക്ക്. XY സെയിം സാധനങ്ങൾ വന്നു. കുറയ്ക്കാനായതുകൊണ്ട് XYയും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. XY ക്യാൻസൽ. ഓക്കെ, നേരിത്തരാം. ഓക്കെ, അടുത്ത് ഇവിടെ പ്രശ്നം നോക്ക്. എക്സും മൈനസ് എക്സും കൂട്ടാനാവുമ്പോ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോകും പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്ക്, എക്സ് ഞാൻ പറഞ്ഞു ഇവിടെ കുറയ്ക്കാനാണ്, അതുകൊണ്ട് മൈനസ് എക്സ്. അപ്പൊ മൈനസ് ഒരുമിച്ച് വരുമ്പോ എന്താവും? പ്ലസ് ആവും. അപ്പൊ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് 2x. ഇത് കത്തിയോ നോക്ക്. ഇത് കത്തലാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? ഇതിന്ന് ഇത് കുറയ്ക്കാണ്. അപ്പൊ മൈനസ് എക്സ്, സോറി ഇതിന്ന് പ്ലസ് എക്സ് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് മൈനസ്, അത് ഈ മൈനസ് ആണ് കേട്ടോ. സെറ്റ് അല്ലേ? വീണ്ടും ഒരു മൈനസ് എക്സിന്റെ പുറകിലുണ്ട്. അപ്പൊ മൈനസ് എക്സ്. അപ്പൊ ഇതും പ്ലസ് ആയി പോകും. അപ്പൊ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. അങ്ങനെയാണ് ഈ 2x കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x. സെറ്റാണോ മക്കളെ? അതുപോലെ തന്നെ ഇതും ചെയ്തു നോക്കാം. വൈയിൽ നിന്ന് മൈനസ് y കുറയ്ക്കും. അപ്പൊ y അല്ലേ? അപ്പൊ ഞാൻ ചെയ്തരാം. y മൈനസ്, ഇത് ഏത് മൈനസാ? നോക്ക്, y
മൈനസ്, അതാണ് ഈ മൈനസ് കേട്ടോ, സെയിം. ഇനി എന്ത് ചെയ്യണം, ഈ മൈനസ്, ഓക്കെ ഓക്കെ, ഇത് അത് കുറച്ച്, അപ്പൊ 2 മൈനസ് നേരത്തെ മാതിരി എക്സിന്റെ, അപ്പൊ 2y. ഇതേ നമ്മുടെ ഉത്തരം 2y ഇവിടെയും കിട്ടി, പ്ലസ് 2y. ഇതും അതുപോലെ കുറച്ചോക്ക്, 1 പോയാ പോയി, 2 ക്യാൻസൽ അടിച്ചു പോയി. ഓക്കെ, അതുപോലെ ഇത് കുറയ്ക്കുമ്പോ അപ്പുറത്ത് കിട്ടും. നോക്ക്, 861 741 കുറയ്ക്കും. അപ്പം 1 1 0, 6 4 പോയ 2, 8 7 പോയ 1, അപ്പൊ 120 കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ പരപ്പളവായോ? ആയിട്ടുണ്ട് അല്ലേ? കാരണം എന്താ അറിയോ, 2 നീളവും 2 വീതിയും, എക്സ് എന്ന് പറഞ്ഞ നീളല്ലേ, വൈ എന്ന് പറഞ്ഞ വീതി ബ്രെഡ്ത്ത് അല്ലേ, 2 നീളവും 2 വീതിയും കൂടെ കൂട്ടിയാൽ 120 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതും നോക്ക്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2നെ പിടിച്ച് ചവിട്ടി പുറത്തേക്ക് ഇട്. അപ്പൊ ചവിട്ട്, അപ്പൊ ഇവിടെ 2 ഉണ്ട്, ഈ 2നെ പുറത്തേക്ക് ഇടാം. അപ്പൊ 2 പുറത്ത് വരും, ഉള്ളിൽ എക്സും വൈയും വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. മക്കളെ ഇതാണ് എന്ത്, പെരിമീറ്റർ. പെരി അൽഫാം അല്ല, പെരിമീറ്റർ. അതായത് ചുറ്റളവ് എത്ര വരിക, 120. കാരണം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, സംഭവം എന്താണ്, 2 × നീളം പ്ലസ് വീതിയാണ്. അത്രയും ആലോചിച്ചാൽ മതി. പക്ഷെ നേരത്തെ സാധനം ഇപ്പം 2 സംഖ്യകളുടെ തുകയാണെങ്കിലോ ചോദിച്ചത്, സമ്മാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ മാത്രം മതി, ഈ 2നെ താഴോട്ട് ഇടാൻ മറക്കല്ലേ. അപ്പം 120/2. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് വേണം. അപ്പം ഇപ്പൊ കിട്ടിയത് 2 × എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ആണ്. ഈ 2നെ എന്ത് ചെയ്യാൻ പോണം, ഇവിടുന്ന് താഴോട്ട് ഇറക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പോണം, എക്സ് പ്ലസ് വൈ, കളർ കാടി ഇമ്പടിയൊക്കെ കളർ, എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 120/2 താഴെ വരും കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 120ന്റെ പകുതി 60. നമുക്കിത് ആവശ്യമുണ്ട്, മൂന്നാമത്തെ ചോദ്യം എഴുതാനാണ് ഇത് ആവശ്യം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ, 120 ആണ് ചുറ്റളവ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം എഴുതാൻ ഇത് ആവശ്യമുണ്ട്. അപ്പൊ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പൊ ഇവനൊന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ജസ്റ്റ് ബോക്സിലാക്കി വെക്കാം. സെറ്റ് ആണല്ലോ. അപ്പൊ 2 ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി കിട്ടി. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് കേട്ടോ. ഏരിയ എങ്ങനെ കാണാൻ അറിയാലോ. ഗുണനഫലം എന്ന് ചോദിച്ചാലും ഏരിയ എന്ന് ചോദിച്ചാലും 2 ഇക്വേഷൻസ് തമ്മിൽ കൂട്ടാം, 2 സമവാക്യങ്ങൾ കൂട്ടാം. പെരിമീറ്റർ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കുറച്ചാൽ മതി, ഏതാണ് കൂടുതലുള്ള കുറവുള്ള കുറച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ്. ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ് പറഞ്ഞത്. ഇത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാധനത്തിന് ആവശ്യമുണ്ട്. എങ്ങനെ ചെയ്യാൻ നോക്കാം. യെസ്, നമുക്ക് മൂന്നാമത്തെ ആ ചോദ്യം, നീളം വീതിയും ലെങ്ത്തുകൾ, സൈഡ്സിന്റെ ലെങ്ത്തുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഓർമ്മ വരണം. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും പറയുന്നുണ്ട്. എന്താണ്, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഈ ഒരു സാധനങ്ങൾ പഠിച്ചു നോക്കണം. സെറ്റ് ആണല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ആ ലെങ്ത്തുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ്, ഈ സാധനം നിങ്ങൾക്ക് അറിയാലോ, ഈ സാധനം. അപ്പൊ എക്സ് മൈനസ് വൈ, ഇത് നിങ്ങൾ അതേപോലെ തന്നെ എഴുതാം, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് സി. ഓക്കെ, ഹോൾ സ്ക്വയർ ഈക്വൽ ടു, എടാ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടിയാണ്. എക്സ് പ്ലസ് വൈ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആവശ്യമുണ്ടെന്ന്. ദാ എക്സ് പ്ലസ് വൈ എത്രയാണത്, 60. അപ്പൊ ആ 60ന് പകരം, എക്സ് പ്ലസ് വൈന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ് പ്ലസ് വൈന് പകരം നിങ്ങൾ 60 കൊടുക്കുക. 60ന്റെ സ്ക്വയർ മുകളിലുണ്ട് കേട്ടോ, നമ്മുടെ ഐഡന്റിറ്റി ആണ്. മൈനസ്, അതുപോലെ മൈനസ്, അടുത്ത് 4 ഇൻറ്റു, നോക്ക് 4 ഇൻറ്റു ആണ്, നമ്മൾ ഐഡന്റിറ്റി പ്രകാരം ചെയ്യുന്നത്. 4 ഇൻറ്റു എക്സ് വൈ ആണ്, എക്സ് വൈ. അപ്പൊ ഈ എക്സ് വൈക്ക് പകരം നിങ്ങൾ എന്താ കൊടുക്കേണ്ട അറിയോ, അവിടെ 4 ഇൻറ്റു ഉണ്ട്, അത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടാ നേരത്തെ. ദാ ഇതാണ് സാധനം, എക്സ് വൈ എത്രയാണ്, ദാ ഇവിടെ കിട്ടി. എക്സ് വൈ എത്രയാണ്, 800 ആണ്. അപ്പൊ എക്സ് വൈ 800 അല്ലേ, എക്സ് വൈ ഓൾറെഡി കിട്ടിയാണ്. ഈ 2 സാധനങ്ങൾ നമുക്ക് എപ്പോഴും നോക്കണം. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 800 സെറ്റ് ആണല്ലോ. മകളെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ വേഗം കേട്ടിരുന്നോ, ഇതാണ് നമ്മൾ ഐഡന്റിറ്റി. ഇത് ഇതേപോലെ എഴുതാം, ശരി. എന്നിട്ട് എക്സ് പ്ലസ് വൈക്ക് പകരം നിങ്ങൾ 60 കൊടുത്തു, എക്സ് വൈക്ക് പകരം ഈ 800 ഓൾറെഡി തന്നതല്ല, നമുക്ക് കിട്ടിയതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ കിട്ടിയതായിരുന്നു കേട്ടോ. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ 60ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ 36 ആണെങ്കിൽ 60 ഇൻറ്റു 60 ആണ് കേട്ടോ, 60ന്റെ സ്ക്വയർ മൈനസ്, അതുപോലെ തന്നെ 4 ഇൻറ്റു 800, 4 8 12, 4 8 32, 32 2 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 3200, 3600 3200 പോയാൽ എത്രയാ. അപ്പൊ നമുക്ക് കിട്ടും എക്സ് മൈനസ് വൈ, ഇതൊക്കെ അതാട്ടോ ഹോൾ സ്ക്വയർ. ഇവിടെയൊക്കെ അത് എഴുതി വെച്ചേക്കും, ഇപ്പൊ അത് സംശയം വേണ്ട. ഓക്കെ, 3600 3200 പോയാൽ 400 സെറ്റ് ആണല്ലോ. ദേ ഈ സ്ക്വയറിനെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പോകണം. സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും, റൂട്ട് ആകും കേട്ടോ.
റൂട്ട് ആകും. അപ്പൊ എങ്ങനെ ലാസ്റ്റ് അതിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്താ വരിക? എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഇവിടേക്ക് പോയിട്ടോ റൂട്ട് 400. ഒക്കെ മനസ്സിലാക്കി വെക്കട്ടാ. ഇവിടെ സ്ക്വയറേ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പൊ എക്സ് മൈനസ് വൈ റൂട്ട് 400 എത്രയാടാ? 20 ഇത് നിങ്ങളെ തലന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോ. കാരണം ഞാൻ നേരത്തെ ഒരു ബോക്സിലാക്കി വെച്ചൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ സാധനം ഈ സാധനം നമ്മൾ രണ്ടാമത്തെ പാടുണ്ട് പേസ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എക്സ് മൈനസ് വൈ സിക്വൽ ടു 20 ഉണ്ട്, എക്സ് പ്ലസ് വൈ സിക്വൽ ടു 60. ഇതാണ് സാധനം. എക്സ് പ്ലസ് വൈ സിക്വൽ ടു എക്സിന്റെ വൈന്റെ വില കാണാം. നമ്മളത് പേസ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഞാൻ എഴുതി തരാം കേട്ടോ. നോക്ക് പുതിയതെടുക്കാം. എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു 60, എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു 20. 5 മാർക്കാണെ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നോ? നോക്കോ. ഓക്കെ, അപ്പൊ രണ്ടും ഇത് എവിടുന്ന കിട്ടിയറിയാലോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ് എക്സ് പ്ലസ് വൈ 60. നമ്മൾ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളെ മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡന്റിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ സാധനമാണ് എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു 20. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പഠിക്കണം. കാരണം ആ പഠിക്കണം. അതൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ അവിടെ താഴേക്കൊക്കെ ഉണ്ട്. ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അത് കാണണം നിങ്ങൾ ഉറപ്പായിട്ട് കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് എന്താ സംഭവം നോക്കാം. ഇത് ചെയ്യും. എങ്ങനെ ചെയ്യാൻ നോക്കാം. സിമ്പിൾ അല്ലേ? നോക്കടാ. ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? പ്ലസും മൈനസും ക്യാൻസൽ ആയി പോകണമെങ്കിൽ പ്ലസ് വൈയും മൈനസ് വൈയും സെയിം ആണ്. ക്യാൻസൽ ആയി പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്യാൻ മതി. കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലസ് ചെയ്യാം. നമുക്ക് എന്താ സംഭവിക്കുക? പ്ലസ് വൈ പ്ലസ് മൈനസ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ക്യാൻസൽ ആയി പോട്ടോ. ഓക്കെ, അപ്പൊ നോക്ക് എക്സും കൂട്ട്. എക്സ് നോക്ക് എക്സും കൂട്ടിയ 2x സിക്വൽ ടു, അതുപോലെ അത് 60ഉം 20ഉം കൂട്ട് 80. ഈ രണ്ടിനെ താഴോട്ട് ഇട്ടാൽ മതി. അപ്പൊ എക്സ് സിക്വൽ ടു 80/2. 80ൽ എത്ര 2 ഉണ്ട്? ഒരേ പൊളി. ആൻസർ 40. ആൻസർ 40. സെറ്റ്. എക്സ് വില കിട്ടി. എക്സ് എന്തായിരുന്നു? നീളം. മക്കൾ മനസ്സിലാക്കി വെച്ചു. ഇതാണ് സാധനം. എന്താ പറഞ്ഞത്? ഓൾറെഡി നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ കിട്ടിയത് എക്സ് പ്ലസ് വൈ 60 ഒന്നാമത്തെ കിട്ടി. എക്സ് മൈനസ് വൈ 20 രണ്ടാമത്തെ കിട്ടി. ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈയും സെയിം മീൻസ് അത് പ്ലസും മൈനസും ക്യാൻസൽ ആക്കാനുള്ള വഴി എന്താ? പ്ലസും മൈനസും ഒരേപോലെ. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ ചോദ്യത്തിലല്ലേ, ഇതേ ചോദ്യത്തില് എന്താ? പ്ലസും മൈനസും ക്യാൻസൽ ആക്കണമെങ്കിൽ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊന്നും ക്യാൻസൽ ആയി, കൂട്ടി. അപ്പൊ എക്സും 2x 60ഉം 20ഉം 80. രണ്ടിനെ അങ്ങോട്ട് ഇട്ടു. അപ്പൊ എത്ര കിട്ടി? 40 കിട്ടി. പക്ഷെ നീളം മാത്രമേ ആയിട്ടുള്ളൂ. എക്സിന്റെ വില 40. വീതി കിട്ടണം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തായി. സമവാക്യത്തിൽ ഒന്നാമത്തെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ എക്സ് പ്ലസ് വൈ സിക്വൽ ടു 60. ആ എക്സ് ഈ നോക്ക് ഈ എക്സിന് പകരം ഈ 40 കൊടുക്കാം. 40 കൊടുക്കാം. കൊടുക്ക്. അപ്പൊ 40 പ്ലസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു 60. ഇതാടാ വൈ കിട്ടിയടാ 60. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലസ് 40 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 40 ആകും. ദേ നമ്മുടെ ഉത്തരം, വൈന്റെ ഉത്തരം 20. ഒരേ പൊളി. സെറ്റ്. ആൻസർ 20. സെറ്റാണോ? ഓക്കെ, ഒന്നുമില്ല. എക്സിന് കിട്ടിയ 40 കിട്ടിയില്ലേ? ആ 40 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എക്സിന്റെ വൈന്റെ വില കിട്ടിയല്ലോ. എക്സ് എത്രയാ? 40. എക്സ് എന്തായിട്ട് എടുത്തത്? ആദ്യം നമ്മൾ നീളം ലെങ്ത് ആയിട്ടായിരുന്നു എടുത്തത്. ഉത്തരം സെറ്റ്. വൈ വീതി ബ്രെഡ്ത്ത് ആയിരുന്നു നമ്മൾ എടുത്തത്. അത് എത്ര കിട്ടി? 20. 40 20 ആൻസർ. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. മക്കളെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കുറച്ച് ലെങ്ത് ഉണ്ട്. പക്ഷെ മക്കളെ ഇത് മാത്രമല്ല, ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. നിങ്ങൾ ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതൊന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും? റീപ്ലൈ തരും. ഉറപ്പ്. സെറ്റാണ്. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുക, എങ്ങനെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ എന്നൊക്കെ. അടിപൊളിയായിട്ട് എഴുതുക പരീക്ഷകൾ. അപ്പൊ ഈ ഒരു ചോദ്യം മാത്രമല്ല, നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യന് കൂടെ ഇതുപോലെ ഇതേ ടൈപ്പ് സാധനം നിങ്ങൾക്ക് ഈ വീഡിയോയില് ഈ ഒരു ചാനലില് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, മുഴുവനായിട്ട് കാണണം കേട്ടോ. നന്നായിട്ട് പരീക്ഷ ചെയ്തിട്ട് എല്ലാവർക്കും, ക്ലാസ് കാണുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ
മെസ്സേജ് അയക്കാനും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നും പറയാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിജിആർ സൈനിങ് ഓഫ്. താങ്ക് യു.